ഓ പണിയിട്ട് എൻ്റെ മോനെ എന്ത് ബ്രാൻഡ് ചെയ്യുന്നവന്മാര് ഇതാണ് കേട്ടോ. അത് അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിയും. പിടിച്ചോ എൻ്റെ അപ്പൂപ്പനെ കൊണ്ട് ബ്രാൻഡി. സ്പൈഡർ നമ്മുടെ നാട്ടിലായിരുന്നു എന്തോ തന്നെ തെങ്ങിലൊക്കെ പിടിച്ച് പോയിട്ട് മറ്റേവന്മാരുടെ കലിപ്പ് നമുക്ക് ഇവന്മാർക്ക് തീർക്കാം. കരിമണ്ട് പൈലേ എന്നാ പിടിച്ചോ. ഫിത്തിയിലിരിക്കട്ടെ. സീരിയസ്ലി മോനെ സീരിയസ്ലി അങ്കിള് കൊണ്ട് തെണ്ടിയാണ് കേട്ടോ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദ മാൻ ഓഫ് ആക്ഷൻ. നമ്മളിപ്പോൾ കളിക്കുന്നത് മാർവൽ സ്പൈഡർമാൻ 2 പാർട്ട് 4. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇന്ന് നമ്മളൊരു വെറൈറ്റി മിഷനാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ക്രൈമുണ്ട്, നമുക്ക് ഒരു ഇടി നടത്തിയിട്ടുള്ളൂ. അത് തീയല്ല അല്ലെങ്കിൽ ഈ സാധനം പൊട്ടിത്തെറിക്കും. വാടാ വന്ന് മേടിച്ചിട്ട് പോടാ. ഈ അണക്കിട്ടല്ലേ പണി കിട്ടും. എന്താ വിളിച്ചത്? ബ്ലാക്ക് പെയിന്. എന്ത് മേനെ പൊളി. രണ്ടെണ്ണം കൊടുത്തപ്പോൾ എന്തൊരു ആശ്വാസം. ഓക്കെ, നമുക്ക് ബാക്കി അങ്ങോട്ട് പോവാം. യെസ്, ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഒന്നുകൂടെ എടുക്കുന്നത്. ഇടയ്ക്ക് നമ്മളിത് സാധനം മറന്നു. ഇതിനകത്ത് ഒത്തിരി സാധനങ്ങളുണ്ട് ഇതുപോലത്തെ. We really got to do this with the mask on? Depends. ഇങ്ങേരായിരുന്നോ? Relax. I'm not trying to get my ass. ഇങ്ങേര് കഴിഞ്ഞതിനകത്തുണ്ടായിരുന്നു ഒരു ചോട്ടാ വില്ലനാന്ന് വേണേ പറയാം. ഇങ്ങേറെ അങ്കിളാ, മൈൽസിൻ്റെ അങ്കിൾ. Dad used to give me that exact same look. Kid? Martin Lee. ഗൈസ്, ഇവന്മാരുടെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോണ്ടൊന്നും തോന്നണ്ട. നിങ്ങൾ പ്ലേ സ്റ്റേഷൻ പ്ലെയർ ആണെങ്കിൽ ഇതൊന്നും കാണത്തില്ല. ഇത് എന്താ പറയുന്നത്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട്. But sometimes you got to push the past away so you can make room for the future. That's actually why I called. Need your help getting something. Could get it myself, but parole means Prowler's retired. What is it? Just some old tech I got to get off the street. Stashed it by a decommissioned Roxxon lab near Central Park. Yeah, I know the one. Are you really putting Prowler behind you? Behind us. You getting something? How did you... Hey, Miles. That Lee business? Don't be stupid. Yeah. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ ഇതിനകത്ത് കട്ട് സീനിനകത്ത് കാണുന്ന ഒരു ചെറിയ ഗ്ലിച്ചുകളൊക്കെ ഇല്ലേ, ആ മുടിയുടെ അത് ഇതൊക്കെ. നിങ്ങളിപ്പോൾ പ്ലേ സ്റ്റേഷൻ പ്ലെയർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹെവി പി സി ആണെങ്കിൽ ഇങ്ങനത്തുള്ള സാധനങ്ങളൊന്നും കാണത്തില്ല. എൻ്റെ 1650 ആണ്, അത്രയ്ക്ക് പോരാ. ഇത് ഈ ഗെയിം താങ്ങാനും മാത്രമുള്ള ഇതില്ല.
അതുകൊണ്ടാണ് സംഭവം. എനിക്ക് പക്ഷേ സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമാണ്, കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഇത് സെക്കൻഡ്. പക്ഷേ ഫസ്റ്റ് പാർട്ട് കളിച്ച് നോക്കി, ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ല, ക്ലീൻ സംഭവം. ഞാൻ ആദ്യം അത് കളിച്ചിട്ട് ഇതിട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഇത് തുടങ്ങിയപ്പോഴത്തേക്കാണ് എനിക്കൊരു ഐഡിയ തോന്നി, ഇതെങ്ങനെ നമുക്കിത് എന്താ ഒരു ഗെയിമിംഗ് ചാനൽ തുടങ്ങിയാൽ അങ്ങനെ ഉണ്ട്. ഇത് എന്തോ സംഭവം എനിക്ക് പിടികിട്ടുന്നില്ല. ഞാൻ നേരത്തെ കളിച്ചിട്ടൊന്നുമല്ല ഇത്. ഓക്കെ, ഇത് നമ്മളങ്ങനത്തെ ബാലൻസ് ചെയ്യണം, ലെഫ്റ്റ് ഷിഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് വെച്ച്. എന്ത് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ ഓക്കെ, മുകളിൽ നിന്ന് ചിലപ്പം ഇത് മുകളിലോട്ട് വലിക്കാൻ. ഓക്കെ ഓക്കെ, ഓ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഉണ്ടല്ലേ. ഹെൽത്ത് അപ്ഗ്രേഡ് ചെയ്യാണ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം എന്താ പറയുന്ന ഒരു മിനിറ്റ്, ഗെയിം ഹാർഡാകുന്നതനുസരിച്ച് നമ്മളും നമ്മുടെ സാധനങ്ങളും എല്ലാം ഒന്ന് ലെവലപ്പ് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ അണ്ടർസ്റ്റാൻഡബിൾ ആണ്, ലോജിക്കലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ്. ഏതൊക്കെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഓൺലൈനിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഞാൻ അതിനോട്ട് അത്ര യോജിക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ എന്താ പറയുന്നത് കണ്ടെത്തുക. അതാണല്ലോ ഈ ഗെയിമിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഒരു രസം അതല്ലേ, നമ്മൾ കണ്ടെത്തുന്നതല്ലേ. ഇപ്പോൾ ഒരാൾ പറഞ്ഞിട്ട് ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുന്നത് ബെറ്റർ പെർഫോമൻസ് കിട്ടും. പക്ഷേ അതിനകത്ത് എന്തോ ഒരു രസം. പക്ഷെ നമ്മൾ പുതിയവരായിട്ട് ഓരോന്ന് കണ്ടെത്തി ചെയ്യുന്നതല്ലേ രസം. എൻ്റെ ഒരു കോൺസെപ്റ്റാണ് കേട്ടോ. എന്നുവെച്ചാൽ എനിക്കും പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ പണ്ട് ഇതുപോലൊരു ഗെയിം കളിച്ചിട്ടുണ്ട്, പ്രിൻസ് ഓഫ് പേർഷ്യ വാർ വിത്തിൻ. അത് കളിച്ച സമയത്ത് അതിനകത്തൊരു വലിയൊരു കുടുക്കുണ്ടായിരുന്നു. അതിനകത്ത് കളിച്ചവർക്കറിയായിരിക്കും. പിന്നെ അതിനകത്ത് ഗുഡ് എൻഡിങ്ങും ബാഡ് എൻഡിങ്ങും ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ നോക്കത്തൊന്നുമില്ലായിരുന്നു, എനിക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് കളിക്കണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഏകദേശം. എന്നാലും നമ്മൾ അന്ന് ഇച്ചിരി കൂടെ ഞാൻ ഒരു കാര്യവും നോക്കത്തില്ലായിരുന്നു, ജസ്റ്റ് നമ്മൾ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗെയിമിൻ്റെ എക്സ്പീരിയൻസ് കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇതറിയാതെ ഞാൻ വെച്ചത് കളിച്ച് അതിൻ്റെ ബാഡ് എൻഡിലാണ് കൊണ്ട് നിർത്തിയത്. കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് കളക്ട് ചെയ്യാതാണ്. ഇപ്പം എനിക്കത് ഗെയിം പിന്നെ നമുക്ക് തിരിച്ചു പോയി എടുക്കാനൊന്നും പറ്റത്തില്ല. നമ്മളങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അതിൻ്റെ എൻഡിങ്. ബാഡ് എൻഡിങ് ഗുഡ് എൻഡിങ് രണ്ട് എൻഡിങ്ങാണ്. അപ്പോൾ അങ്ങനെ നോക്കി കളിക്കാനാണെങ്കിൽ നിങ്ങൾക്കതാണ്. പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഇപ്പം അതാ പറ്റുന്നത്. അപ്പം അതാ നമുക്ക് ബാഡ് എൻഡിങ് ഞാൻ സംഭവിക്കുന്നതെങ്കിൽ അത് നമ്മുടെ എന്തോ എനിക്കൊന്ന് വെബ് ഓഫ് ഷാഡോയ്ക്കകത്ത് ഉണ്ടെന്ന് തോന്നുന്നു ഗുഡ് എൻഡിങ്ങും ബാഡ് എൻഡിങ്ങും. അതിനകത്ത് പക്ഷേ വേറൊരു രീതിയാണ്. അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഞാൻ ഈ വെബ് ഓഫ് ഷാഡോ ഇത്രയും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഗെയിമാണ് കേട്ടോ അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് പ്രാവശ്യം ഞാൻ കളിച്ചിട്ടുണ്ട്, രണ്ടാമത് പ്രാവശ്യം ഞാൻ വീണ്ടും ഇരുന്ന് കളിച്ചിട്ടുണ്ട്. അത്ര എൻജോയ് ചെയ്തൊരു ഗെയിമാണ്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓരോ ഡിസിഷൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലൈഫിൽ ഓരോ ഡിസിഷൻസ് എടുക്കുന്നത് പോലെ അതിനകത്ത് ഓരോ ഡിസിഷൻസ് എടുക്കാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഗുഡ് ഡിസിഷൻസ് ഇപ്പോൾ ബാഡ് ഡിസിഷൻ ആവുകയാണെങ്കിൽ ബ്ലാക്ക് സ്യൂട്ടിലോട്ടും ഡാർക്ക് പാത്തിലോട്ടും ആയിരിക്കും അത് ലീഡാകുന്നു. ഗുഡ് ഡിസിഷൻ ആണെങ്കിൽ സ്പൈഡർമാൻ്റെ നാച്ചുറൽ അതാണ് സംഭവം. എന്തോടെ അവിടെ നീലയായിട്ടെന്നുണ്ട് കാണുന്നു, പാർട്സ് വല്ലതും ആയിരിക്കും, അതങ്ങടുത്തേക്കാം. ഓക്കെ, പാർട്സാ നമുക്ക് അപ്ഗ്രേഡ് സാധനങ്ങൾ കിട്ടും, ടെക് പാർട്സ്. അടുത്തത് ചില സമയത്തൊരു കൺട്രോൾ കിട്ടത്തില്ല. തീയെല്ലാം കണക്കാൻ ഫേസ് ഈസ് ഫയറാ ഈ കണക്കേട്ട. അത് അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിയും.
വൃത്തിയില്ല അവിടെ. ഷോക്ക് അടിച്ച് ചാവും. ഓ വാടാ മക്കളാ, വാ വന്ന് മേടിച്ചോണ്ട് പോവും. ഓ പണികിട്ടി എൻ്റെ മോനെ. എന്ത് ബ്രാൻഡി ഇന്നൊരു പിടിച്ചോ നീ എൻ്റെ അപ്പൂപ്പനെ കൊണ്ടുപോയി ബ്രാൻഡി. ഓ ഷിറ്റ് പണി വാളി. അയ്യോ ഷിറ്റ് മാൻ. ചില സമയം എങ്ങനെയൊക്കെ സംഭവിക്കാം, സർവ്വസാധാരണ. നോക്കട്ടെ വേറെ വല്ല മിഷൻ എടുക്കാൻ പറ്റുമോ. വേറെ സമയം കളയാണ്ട് നമുക്ക് മിഷനിലോട്ട് പോവാം. യെസ് കിട്ടിയില്ല. ഇവിടെ ബിൽഡിങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ചാടി പോകാൻ പറ്റത്തില്ലല്ലോ. കണ്ണമരത്തിലൊക്കെ പിടിച്ച് പോവാം. സ്പൈഡറിനെ നമ്മുടെ നാട്ടിലായിരുന്നു എന്തോ ഇതിനെ തെങ്ങിലൊക്കെ പിടിച്ച് പോകേണ്ടി വരും. USA വേലല്ലി പോലൊരു വലിയ നഗരം ഉണ്ടായതുകൊണ്ട് സ്പൈഡർമാന് ജീവിച്ച് പോവാം. അവിടെ ഇവിടെയൊക്കെ ബിൽഡിംഗ് ഉണ്ടല്ലോ. ആഹാ ക്രൈം. മറ്റേവന്മാരുടെ കലിപ്പ് നമുക്ക് ഇവന്മാർക്ക് തീർക്കാം. അവർക്ക് തിരിയൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നത് അവർ പ്രാർത്ഥിക്കുമോ? കരിമണ്ട് പൈലേ എന്നാ പിടിച്ചോ. എല്ലാത്തിനും ഇങ്ങനെ ചവിട്ടി കൂട്ടും ഞാൻ. ഹൈ കൂട്ടി മോനെ. കമോൺട്രോ പക്ഷേ കമോൺ. അവൻ ഫിത്തിയിലിരിക്കട്ടെ. തറയിലിരിക്കും. കഴിഞ്ഞ എന്താ തിരി കത്തിച്ച് വെച്ചേക്കുന്നു. ഓക്കെ നമുക്ക് ആ മിഷനിലേക്ക് പോകാം. എവിടൊക്കെ ക്രൈം കണ്ടായിരുന്നു നമ്മൾ കയറി തല്ലണം. അതാണ് സ്പൈഡർമാൻ്റെ പണി. ക്രോളർ മറ്റേ അമ്മാവൻ്റെ ഒരു മിഷൻ. എവിടെയാണ് ഇത്? അതേ ഒരു പെട്ടി. ഇതല്ല കേട്ടോ സാധനം. ഇതിൻ്റെ അപ്പുറം തോന്നുന്നു. ഇതെവിടെ ഈ കാണിക്കുന്നു? ബ്ലോക്ക്ഡാ എന്ന് വെച്ചാൽ ഇത് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ? ഞാൻ അപ്പുറത്തൊന്നല്ലേ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവിടെ ഇല്ലല്ലോ. ഇവിടെ നിന്നിട്ട് ഇരുന്നാറ്റില്ല. ചാടി നോക്കാം. ഓക്കെ സ്കാൻ ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷേ എവിടെ വന്ന് പിടിയും കിട്ടുന്നില്ല. അവിടെ ഒരു ആരോ ഒക്കെ വരച്ചു വെച്ചേക്കുന്നു. ഇതുവല്ലോ വന്നു. രക്ഷ. ഇതിനകത്താണ് സംഭവം കാണിക്കുന്നത്. അപ്പം സൈഡിലായിരിക്കാനാണ് ചാൻസ്. ഓക്കേ കിട്ടി മോനെ. ഇതാണല്ലേ. ഓക്കെ ഇവിടെ എന്ത് ചെയ്യണ്ടേ? ഓക്കെ ഓ അത് ശരി. ഓക്കെ ആ വെൻറ്റിനകത്തപ്പം കയറുമായിരിക്കും. എൻ്റെ പൊന്നോ എന്താണിത്? ലേസറാ? സീരിയസ്ലി എൻ്റെ പൊന്നു മോനെ, മുഴുവൻ ലേസറാണല്ലേ. കട്ട് ചെയ്ത് പീസുകളൊക്കെ കളയല്ലേ. അടിപൊളി. എന്തോന്നാടെ ഇത്? സീരിയസ്ലി മോനെ, സീരിയസ്ലി അങ്കിള് കൊണ്ട് തെണ്ടിയാണ് കേട്ടോ. എത്തി ഇതിലെ ഒരു കഥ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇതിലെ വന്നാൽ മതിയായിരുന്നുണ്ട്. സീരിയസ്ലി. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ ഒതുക്കാം. എന്താ പറയുന്നത്, അടുത്ത വീഡിയോ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. സ്റ്റേ സേഫ്. അതെ എല്ലാവരും സ്റ്റേ സേഫായിട്ട് തന്നെ ഇരിക്കുക. See you guys in another video. Peace. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.